ഇന്നലെ ഉഷ ജോസഫുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ആ സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുത്തില്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി? ആ ചികിത്സാപ്പിഴവ് ഉണ്ടായത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അതിശക്തമായ രീതിയിൽ തന്നെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് വികസന സമിതിയിൽ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ്? കാരണം വീണ ജോർജിനെതിരെ സ്ഥിരം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കണമെന്ന് മാധ്യമങ്ങൾക്കും എന്തൊക്കെയോ ഒരു നിർബന്ധമുണ്ട്. ഒരു നെഗറ്റീവായിട്ട് ആരോഗ്യമന്ത്രിയെ ചിത്രീകരിക്കണം എന്ന് ചില ആളുകൾക്ക് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തര വേളയിലൊക്കെ വീണ ജോർജ് മറുപടി പറയാൻ എണീൽക്കുന്ന സമയത്ത് പലപ്പോഴും വീണ ജോർജിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വളരെ വ്യക്തിപരമായിട്ട് എന്തൊരു റിവഞ്ചോടുകൂടി സംസാരിക്കുന്ന പോലെ വി ഡി സതീശൻ രംഗത്ത് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ റീത്ത് വയ്ക്കൽ സമരവും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ശവമഞ്ച സമരവും ഒക്കെ വീണ ജോർജിന് അനുകൂലമായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യമാണുള്ളത്. നമസ്കാരം. ഉഷ ജോസഫിന്റെ ഗർഭപാത്ര മാറ്റ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഗർഭപാത്രത്തിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടലെടുക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ന് അവരുടെ ശസ്ത്രക്രിയ പൂർത്തിയായി, അത് പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ മേൽ കടന്നാക്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ആരോഗ്യമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു, ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ സൂപ്രണ്ടിനെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് മേൽ റീത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചികിത്സാ പിഴവുണ്ടാകുന്നു. ആ ചികിത്സാപ്പിഴവ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ചികിത്സാപ്പിഴവ് ഉണ്ടായത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അതിശക്തമായ രീതിയിൽ തന്നെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അന്ന് ഹോസ്പിറ്റൽ സൂപ്രണ്ടായിരുന്ന ലളിതാംബികയെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അന്ന് സർജറി നടത്തിയിട്ടുള്ള ഡോക്ടർ ഷാഹിദ, അതോടൊപ്പം തന്നെ ഗ്രേഡ് 1 നേഴ്സായിരുന്ന ധന്യ PS, ഇവരെ രണ്ടുപേരെയും ഓൾറെഡി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു നടപടി എന്താണ് എടുക്കാൻ സാധിക്കുക? ഈ പറഞ്ഞ ലളിതാംബികയെയും ഷാഹിദയെയും ഈ പറഞ്ഞ ധന്യ PSനെയും ഏതെങ്കിലും ഒരു തൂണിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അവരെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ലല്ലോ. ഇതൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷം ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടെങ്കിൽ ആ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷത്തിനല്ലായിരുന്നോ? കാരണം ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജുകളിലേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലേക്ക് നോക്കുന്ന സമയത്ത്, അവിടെയെല്ലാം വളരെ വലിയ രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വാർഡുകളും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ലേ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്? അത് കൂടാതെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MLA-മാരുള്ള എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കോളേജ് വികസന സമിതികളുണ്ട്. ഈ മെഡിക്കൽ കോളേജ് വികസന സമിതിയിൽ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ്? ഈ വികസന സമിതിക്കകത്ത് ഇവർക്ക് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാലോ. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് തുറന്നു പറയാമല്ലോ. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ സന്ദേശം സിനിമയ്ക്കകത്ത് ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് പിടിവലി കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലേക്ക് പ്രതിപക്ഷം തരം താണുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നടന്നിട്ടുള്ള 2 സംഭവങ്ങൾ. ഒന്ന്, തിരുവനന്തപുരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ മിനിസ്റ്ററുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം. ഈ പത്തനംതിട്ട വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ശവമഞ്ചമായി കിടന്നുകൊണ്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് ഇന്ദുജിയുടെ നേതൃത്വത്തിലുള്ള 4-5 പേർ, അത് നമ്മൾ എടുത്തു പറയേണ്ടത് 4-5 പേർ അവിടെ പോയി നാടകം കളിച്ചത്. ഇത് വാർത്താ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടുക, അതിനുശേഷം അവർക്ക് മുമ്പിൽ നിന്ന് സമരം ചെയ്യുക. 5 അല്ലെങ്കിൽ ഒരു 50 പേരിൽ കൂടുതലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു വ്യക്തിയല്ല ഈ വിജയ് ഇന്ദുചൂഡൻ എന്ന് പറയുന്നത്. ഈ വിജയ് ഇന്ദുചൂഡൻ്റെ അച്ഛനൊക്കെ നല്ല മിടുക്കനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു, നല്ലൊരു കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് ഈ വിജയ് ഇന്ദുചൂഡൻ എന്ന് പറയുന്നത്. വിജയ് ഇന്ദുചൂഡനെ സംബന്ധിച്ചിട്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ഉള്ള പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന ഷോയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 4-5 ആളുകൾ, അത് മലയാള മനോരമയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ പ്രകടനം, വലിയ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വീടിന് മുമ്പിൽ നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. 4-5 പേര്
അതിനെ പ്രതിരോധിക്കാനായിട്ട് അവിടെയുള്ള ഡിവൈഎഫ്ഐക്കാർ വന്നതോടുകൂടി പ്രതിഷേധക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആരുടെ വെച്ചാൽ അവിടുത്തെ പോലീസിൻ്റെ ആയി. കാരണം ഡിവൈഎഫ്ഐക്കാർ വന്ന് ഇവരെ അടുത്ത് പഞ്ഞിക്കിട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസിന് വരത്തില്ലേ? നിസ്സാര കാര്യമാണോ? വീണ ജോർജിനെ സംബന്ധിച്ച് വീണ ജോർജ് ധൈര്യപൂർവ്വം തന്നെ പറഞ്ഞ് താൻ ഈ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്, ഒരിടത്തേക്കും പോയിട്ടില്ല. അതുകൂടാതെ ഇന്ന് മന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി, ആ പരിപാടിയിൽ വെച്ചിട്ട് മന്ത്രിയെ കൂവി എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. മന്ത്രി അത് പരസ്യമായിട്ട് പത്രക്കാർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ആരാണ് കൂവിയത്? ആരും കൂവിയിട്ടില്ലല്ലോ. മറ്റാരോ പ്രസംഗിക്കുന്ന സമയത്ത് ആരോ കൂവി, അതിന് മന്ത്രി പ്രസംഗിച്ചപ്പോൾ കൂവി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മളുടെ ഒരു കാര്യം കൂടി ഇവിടെ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ വീണ ജോർജിനെതിരെ മാധ്യമങ്ങൾക്കും എന്തോ പ്രശ്നമുണ്ട്. കാരണം വീണ ജോർജിനെതിരെ സ്ഥിരം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കണമെന്ന് മാധ്യമങ്ങൾക്കും എന്തൊക്കെയോ ഒരു നിർബന്ധമുണ്ട്. ഒരു നെഗറ്റീവായിട്ട് ആരോഗ്യമന്ത്രിയെ ചിത്രീകരിക്കണം എന്ന് ചില ആളുകൾക്ക് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. വീണ ജോർജ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരി, ആ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി മാധ്യമ പ്രവർത്തനത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. ഒരു 5-6 വർഷം മുമ്പ് വീണ ജോർജ് മന്ത്രിയാകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ചിത്രമുണ്ട്. തൻ്റെ കുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു റോഡ് വക്കത്തൂടി നടന്നു വരുന്ന വീണ ജോർജ്. അങ്ങനെയുള്ള ഒരു വളരെ സാധാരണയായ ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന് അവരൊരു MLA ആയിട്ടും പിന്നീട് അവരൊരു മന്ത്രിയായിട്ടും വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവരുടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ടാവും. സ്വാഭാവികം മാത്രമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള, അതായത് വീണ ജോർജ് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്ന് MLA ആയിരുന്ന ശ്രീ VD സതീശൻ. അന്ന് VD സതീശൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകൾക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. എനിക്കൊന്ന് ഇന്ത്യ വിഷനിൽ വീണ ജോർജ് ജോലി ചെയ്യുന്ന സമയത്താണ് VD സതീശനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അന്ന് VD സതീശൻ നിശിതമായ വിമർശനങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയൊക്കെ ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തി കേരള നിയമസഭയിലെത്തുക, അതിനുശേഷം അവർ ഒരു മന്ത്രിയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തനിക്ക് ഇന്ന് വരെ ഒരു മന്ത്രിയാകാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതിനൊരു വിഷമം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഞാനിത് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തര വേളയിലൊക്കെ വീണ ജോർജ് മറുപടി പറയാൻ എടിയിൽക്കുന്ന സമയത്ത് പലപ്പോഴും വീണ ജോർജിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വളരെ വ്യക്തിപരമായിട്ട് എന്തൊരു റിവഞ്ചോടുകൂടി സംസാരിക്കുന്ന പോലെ VD സതീശൻ രംഗത്ത് വരാറുണ്ട്. ഈ കപ്പൽ മുങ്ങുകയില്ല, ഈ കപ്പലിലൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ വീണ ജോർജ് നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചതിന് ശേഷം അവരെ ഒരു കോർണർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കേരളത്തിൽ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് തന്നെയാണ് ആരോഗ്യ വകുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇടയ്ക്ക് മരുന്നിൻ്റെ ദൗർലഭ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മെഷീനറീസ് വരുന്നു, മരുന്നുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് കമ്പനികൾക്ക് പൈസയുമായി ബന്ധപ്പെട്ട് അത് സ്വാഭാവികമായിട്ട് ഏത് സർക്കാർ വന്നാലും അങ്ങനെ ഉണ്ടാവുന്നത്. കാരണം ആരോഗ്യ മേഖല എന്ന് പറയുന്നൊരു സേവന മേഖലയല്ലേ. സേവന മേഖലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും കാലതാമസം ഉണ്ടാവുക പതിവാണ്. അവർ കോട്ട് ചെയ്യുന്ന എമൗണ്ട് ഈ കാലതാമസം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്പനികളും ഈ റേറ്റ് ഒക്കെ കോട്ട് ചെയ്യുക. ഈ മരുന്ന് കമ്പനികളിൽ നിന്ന് ടെൻഡറൊക്കെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ കമ്പനികളെ ഫിക്സ് ചെയ്യുന്നത്. ഈ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ മരുന്ന് കമ്പനികളും ഈ കാലതാമസത്തിനുള്ള പലിശയും കൂടി ഈടാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കിട്ടാനുള്ള വിഹിതം, ഇതിലൊക്കെ വരുന്ന കാലതാമസം സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ട് വകുപ്പ് ഭരിച്ചിട്ടുള്ളൊരു മന്ത്രി തന്നെയാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇന്നലെ ഉഷ ജോസഫുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ആ സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുത്തില്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി? ഇതിൽ കൂടുതൽ എന്താണ് അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക? ഇന്ന് അവർ തന്നെ പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനോട് പറയുന്നുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരൂ. ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇവിടുത്തെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലിരിക്കുന്ന ആളുകൾ മനഃപൂർവ്വം ആ സർക്കാരിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മളൊരു സ്ത്രീ എന്ന പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? സ്ത്രീ പുരുഷ വ്യത്യാസം കാണണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്രയും ആക്രമിക്കപ്പെടേണ്ട ആവശ്യം വീണ ജോർജിന് ഇല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അതിന് മാത്രമുള്ള ഒരു പാതകമൊന്നും വീണ ജോർജ് ചെയ്തിട്ടില്ല. വളരെ സാധാരണ രീതിയിൽ നിന്ന്, വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയിൽ നിന്ന്, ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന്, ഒരു ജനപ്രതിനിധിയും മന്ത്രിയും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ചില മേലാളന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ജലസിയുടെ ഭാഗമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വിഷയത്തിൽ വീണ ജോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിന് മുൻപേ ഞാൻ ഏറ്റവും കൂടുതൽ
ഉറ്റുനോക്കിയത് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലുകൾ എന്തായിരിക്കുമെന്നായിരുന്നു. ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഈ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നു. അതിനുശേഷം പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ കേസ് എടുക്കാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നീടെന്ന് പറയുന്നത് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അമൃത ആശുപത്രിയിൽ സർജറിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെയും വളരെ വ്യക്തമായിട്ട് ഏറ്റവും ഉന്നതരായിട്ടുള്ള ഡോക്ടർമാരെ തന്നെ അതിനുവേണ്ടി നിയോഗിക്കുകയും സീനിയർ ഡോക്ടർമാരെ തന്നെ അതിനെ നിയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു ആരോഗ്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നിലപാട്. ഒരുപക്ഷെ വീണ ജോർജിന് പറഞ്ഞൊഴിയാനായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് താൻ മന്ത്രിയാകുന്നതിന് മുൻപേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ആ നിലയിൽ ഒരു പഴി പറഞ്ഞ് ഒഴിയാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതൊന്നും പറയാതെ വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാടുകൾ എടുക്കുകയും കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇന്ന് വീണ ജോർജ് ഈ രീതിയിൽ ക്രൂശിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ റീത്ത് വയ്ക്കൽ സമരവും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ശവമഞ്ച സമരവും ഒക്കെ വീണ ജോർജിന് അനുകൂലമായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ആറന്മുളയിൽ ഏതെങ്കിലും തരത്തിലൊക്കെ വീണ ജോർജിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വെല്ലുവിളികളുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സമരങ്ങൾ കൊണ്ട് വീണ ജോർജിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഇന്നത്തെ സമരം വീണ ജോർജിന് ഗുണമാണ്, ദോഷമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാവുന്ന യൂത്ത് കോൺഗ്രസിനെയും അപഹാസ്യനാവുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.